കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം അലങ്കോലമാക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തു. ഗവർണർ നോമിനേറ്റ് ചെയ്ത പുതിയ അംഗങ്ങൾക്ക് സംഘപരിവാർ ബന്ധം ഉണ്ടെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പത്മശ്രീ ജേതാവ് ബാലൻ പുത്തേരി, മനോജ് സി, ഹരീഷ് എ വി, അഫ്സൽ ഗുരുക്കൾ എന്നിവരാണ് സെനറ്റിലെ പുതിയ അംഗങ്ങൾ. പുതിയതായി സർവകലാശാല സെനറ്റിലേക്ക് 18 പേരെയാണ് സർക്കാർ നോമിനേറ്റ് ചെയ്തത്. ഇവരിൽ CPM അനുകൂല സംഘടനകളുമായും UDF അനുകൂല സംഘടനകളുമായും ബന്ധമുള്ളവരുമുണ്ട്. എന്നാൽ SFI ഏകപക്ഷീയമായി സെനറ്റിൽ തീരുമാനങ്ങളെടുത്ത് കൈയടിച്ച് പാസാക്കുകയാണെന്നും ഇതിന് VC പലപ്പോഴും കൂട്ടുനിൽക്കുകയാണെന്നും ആരോപിച്ച് UDF പ്രതിനിധികൾ വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമവും നടത്തി. 20 ഏജ് പൂർത്തിയവർക്ക് LLB പഠിക്കാൻ പാടില്ല. അങ്ങനെ ബാർ കൗൺസിൽ വേറെ, യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ വേറെ പോകുമ്പോൾ അത് ബാധിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അതുകൊണ്ട് അത് പാസ്സാക്കരുത്, അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ എല്ലാവരും കൂടി കൈയടിച്ചത് പാസ്സാക്കാന്ന് പറയാണ്. നമ്മളിവിടെ എന്തിനാ ഇരിക്കുന്നത്? നമ്മൾ സ്റ്റുഡൻസ് എന്തിനാണ് 10 സ്റ്റുഡൻസ് മെമ്പേഴ്സ്? സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സ്റ്റുഡൻസിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി പോവുക. മുമ്പ് LLM 1 ഇയർ ആക്കിയതിന്റെ പേരിൽ ബാർ കൗൺസിൽ ഇന്നും അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന LLM കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി അവർ വിടാന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ കയറി വരുമ്പോൾ കണ്ടതാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ആണോ പാർട്ടി ഓഫീസാണോ നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സെനറ്റ് മെമ്പർ ആയിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ SFIയുടെ ഔദാര്യത്തിൽ നിങ്ങൾ കയറിക്കോ എന്നിട്ട് നമ്മളെ കയറ്റാണ്. അങ്ങനെ പല വിധങ്ങളായ വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പ്രതിഷേധത്തിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇത് പാസ്സാക്കരുത്, ഇതൊന്നുകൂടെ ചർച്ച ചെയ്യണം, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാരും നമ്മളെ വോയിസിന് അവിടെ ഒരു പരിഗണനയും നൽകാണ്ട് പെട്ടെന്ന് അങ്ങ് പാസ്സാക്കാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അത് പാസ്സാക്കരുത് പറഞ്ഞിട്ട് നമ്മൾ പ്രതിഷേധിക്കും. അത് മാത്രമല്ല നടന്നത്. അപ്പൊ VC പെട്ടെന്ന് ഇറങ്ങിപ്പോവാ. 6 മാസമായിട്ട് സെനറ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നടന്ന 2 സെനറ്റ് യോഗങ്ങളും സ്പെഷ്യൽ യോഗങ്ങളാണ്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുണ്ട്. ഇവിടെ 95 കോടി രൂപ സർക്കാരിന് ലഭിക്കേണ്ട വിഷയമുണ്ട്. 150 കോടി രൂപ സർക്കാർ നൽകിയ വിഷയമുണ്ട്. ഇവിടെ മരങ്ങൾ മുറിച്ച വിഷയങ്ങളുണ്ട്. അതൊന്നും നോക്കാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പുകൾ നൽകാത്ത വിഷയമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകാൻ പണമില്ല എന്നാണ് ഞങ്ങൾക്ക് രേഖാമൂലം നൽകിയ പരാതി. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ മീറ്റിംഗിന്റെ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് VC ഇറങ്ങി പോവുകയാണ്. VC ഇറങ്ങി പോകാൻ പാടില്ലെന്നും ഞങ്ങൾ വിഷയങ്ങൾ കേൾക്കണമെന്ന് MSFന്റെ സെനറ്റ് മെമ്പർമാർ പറയുകയും ഞങ്ങളെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വനിതാ സെനറ്റ് മെമ്പറായിട്ടുള്ള റുമൈസ റബി അടക്കമുള്ള ആളുകളെ മലയാളം ടെലിവിഷൻ കോഴിക്കോട്. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90%, വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.